ഹലോ ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മോസ്റ്റ് ഫേമസ് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ പൊങ്കാലയായിരുന്നു ഗൈസ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന്. ഞാൻ ഒരു തവണ ആറ്റുകാൽ പോയിട്ടുണ്ട് അമ്മയുടെ കൂടെ. എനിക്ക് ഒരു 2 years മുമ്പാണ്. ഒരു വ്ലോഗൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഒരു രസം കേട്ടോ, ഭയങ്കര ഒരു വൈബാണ്. ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് തന്നെ വലിയ കാര്യം. പക്ഷെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നതാണ് എൻ്റെ മക്കളെ നിക്കറ് കീറും, അമ്മാതിരി തിരക്കാണ്. എല്ലാ തവണയും ആറ്റുകാൽ പൊങ്കാല തൂക്കുന്ന ഒരു വ്യക്തിയുണ്ട്, നമ്മുടെ സ്വന്തം ചിപ്പി ചേച്ചി. പക്ഷെ ഈ തവണ ചിപ്പി ചേച്ചിയെ കടത്തി വെട്ടി വേറൊരാള് മുന്നിൽ വന്നിരിക്കുകയാണ് ഗായ്സ്. അത് മറ്റാരുമല്ല, നമ്മുടെ ഉദ്ഘാടനം സൂപ്പർ സ്റ്റാർ അന്ന രാജൻ. ഇത് എനിക്കറിയാൻ പാടില്ല, ഇത് എന്തുവാ ഇവിടെ നടക്കുന്നതെന്ന്. സീരിയസ്ലി ഇത് പൊങ്കാലയ്ക്ക് തന്നെ ആണോ പോയത്? ഇതിപ്പോ എന്റെ റീല് മൊത്തം ഇത് തന്നെ വരുന്നത്, ഈ സാധനം തന്നെ റീലായിട്ട് മൊത്തം വരുന്നത്. ചേച്ചി പൊങ്കാല എടുക്കാൻ തന്നെ ആണോ അങ്ങോട്ട് പോയത്, അതോ ഇനി ഉദ്ഘാടനത്തിന്റെ ആ ഒരു മൂഡ് പിടിച്ചങ്ങ് പോയതാണെന്ന് തോന്നുന്നു. എന്താണെങ്കിലും ആദ്യമായിട്ടാണ് ചേച്ചി പൊങ്കാലയ്ക്ക് വരുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ ഇനി അങ്ങോട്ടുള്ള പൊങ്കാലയും ഈ അവസ്ഥ തന്നെ ആയിരിക്കും. അതിൻ്റെയോടൊപ്പം തന്നെ നമ്മുടെ ഓൺലൈൻ മീഡിയാസ്, അവന്മാർക്ക് പൊങ്കാല അടുപ്പ് വേറെ കത്തിക്കുന്നത് ഇതൊന്നും വേണ്ട. അവന്മാർക്ക് വേണ്ട സാധനം ഞാനൊന്നും പറയുന്നില്ല. എന്തുവാടേ ഒരു മര്യാദയില്ലയോ? അവന്മാർക്കോ മര്യാദയില്ല, അവന്മാര് മുഖം കാണിക്കുന്നില്ല. എന്നാ പിന്നെ ഇതൊരു പുണ്യപ്രവൃത്തിയാണ്, ഞാൻ പൊങ്കാലയിടാനാണ് വരുന്നത്, ഞാൻ കുനിയുമ്പോ അത് കാണും ഇത് കാണുമെന്ന് ഈ ക്യാമറയായിട്ട് മുന്നിൽ നിൽക്കുമ്പോ എവർക്ക് ഓർമ്മയില്ലേ? എനിക്ക് തോന്നുന്നു ഇവരും അത് ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എന്നാ പിടിച്ചോ, ഞാൻ ഏത് രീതിയിൽ വേണമെങ്കിലും നിന്ന് തരാം എന്നും പറഞ്ഞിട്ട്. പക്ഷെ കുറെ ആളുകൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. 1-2 വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. ബട്ട് നമ്മുടെ അന്ന ചേച്ചി അത് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ടായിരുന്നു അവരുമായിട്ട്. ഈ ക്യാമറ പിടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ചു കൊടുക്കുന്നുണ്ട്. പറയാതിരിക്കാൻ വയ്യ, സഹകരണം നമുക്ക് എടുത്ത് കാണിക്കേണ്ടത് തന്നെയാണ് കേട്ടോ. കൂടുതൽ ഞാൻ കാണിക്കാൻ നിൽക്കുന്നില്ല, എന്താ ദൈവമേ. ഇത് കണ്ടോ, പുള്ളിക്കാരത്തി അങ്ങോട്ട് പോകുമ്പോൾ ക്യാമറ അങ്ങോട്ട് പോകുന്നു, അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ക്യാമറ അങ്ങോട്ട് പോകുന്നു. ഇവരുടെ കൂടെ തന്നെയാണ് ഒരു 10-25 അവന്മാരുടെ കൂടെ തന്നെ ആയിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് എടുത്ത് തോണ്ടുമ്പോ ഇവരാണ് വരുന്നത്. പൊങ്കാല = അന്നാരാജൻ എന്നുള്ള രീതിയിലായിപ്പോയി. എന്തായാലും നമ്മുടെ ചിപ്പി ചേച്ചി കടത്തി വെട്ടിയത് ഒട്ടും അങ്ങോട്ട് ശരിയായില്ല കേട്ടോ. വളരെ മോശമായെന്ന് എനിക്ക് പറയാനുള്ളൂ. എന്താണെങ്കിലും ചിപ്പി ചേച്ചിയെടുത്തും ചെറിയ രീതിയിലുള്ള ഒരു സംഘർഷമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ആരാധകരുടെ ഇത് കാരണം ആറ്റുകാൽ അമ്മയെ കാണാനല്ല, ചിപ്പി ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ട് പൊങ്കാല എടുക്കാൻ വന്നവരുണ്ട്. കേട്ടോ, ചേച്ചിനെ ഞങ്ങള് കാണാൻ, ആറ്റുകാൽ അമ്മയൊക്കെ സെക്കൻഡറി, അങ്ങോട്ട് മാറിയേക്ക്. പൊങ്കാല സൂപ്പർ സ്റ്റാറിനെ കാണാൻ വന്നതാണ്. ഈ ഒരു ദിവസം നമ്മൾ ചിപ്പി ചേച്ചിക്ക് എഴുതി കൊടുത്തിരിക്കും. പക്ഷെ കോമ്പറ്റീഷൻ കേട്ടോ. ചിപ്പി ചേച്ചി പക്ഷെ മറ്റേ ഊള പരിപാടിയൊന്നുമില്ല, ഡീസന്റ് പരിപാടി. പൊങ്കാല ഇടുക, വരിക, പോവുക, വേണം 1-2 ഐതിഹ്യമൊക്കെ അങ്ങോട്ട് പറഞ്ഞ് പരിപാടി എടുത്തു. അല്ലാതെ ഇല്ല അവര് കാണിച്ചതിന്റെ കൂട്ടുള്ള അലമ്പ് പരിപാടി ഇല്ല. അവര് ഉദ്ഘാടനത്തിന് വരുന്ന അതേ സെറ്റപ്പിൽ തന്നെയാണ് പൊങ്കാല എടുക്കാനും വന്നേക്കുന്നത്. എന്താണ് ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രം വല്ലതും ആണോ? എനിക്ക് അറിഞ്ഞ് മനസ്സിലാവുന്നില്ല. മറ്റേ ഒരു ബോച്ച ഡിഷ് വന്നപ്പോഴത്തേക്ക് ഹണി റോസ് അങ്ങ് താഴെ പോയി. അപ്പോഴത്തേക്ക് ചേച്ചി അങ്ങ് കയറി, ലിജി ചേച്ചി അങ്ങ് കയറി. ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ചിപ്പി ചേച്ചിയെ കാണാൻ വേണ്ടിട്ട് പൊങ്കാലിടാൻ വന്നിട്ടേ ഫാൻ ബേസ് നോക്കണേ. അവിടെ വളവിന് ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട്, ഒരു ഫ്ലാറ്റ് ഉണ്ട്. അവിടാണ് ഇവരെല്ലാം വന്ന് താവളം അടിക്കുന്നത്. കാര്യം വെച്ചാൽ അമ്പലത്തിന് തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടെ പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ നേരെ അമ്പലത്തിലോട്ട് പോവാം. ഈ വട്ടം എന്തോ ഗ്രഹണോ എന്തോ കാരണം 7 മണി കഴിഞ്ഞതിന് ശേഷം അമ്പലത്തിലോട്ട് പ്രവേശനം ഉള്ളെന്നുള്ള രീതിയിലൊക്കെ ഉള്ള സംഭവം കേട്ടു. അതെന്തായാലും വല്ലാത്തൊരു ചതിയായി പോയി കേട്ടോ. ഇപ്പൊ ചിപ്പി ചേച്ചിക്ക് പൊങ്കാലയായിട്ട് ബന്ധപ്പെട്ട് എന്താണ് സംസാരിക്കാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാലോ. അവരെ വന്ന സ്ഥിതിക്ക് കാണാൻ പോകുന്നത് ശരിയല്ലല്ലോ. അങ്ങനത്തെ ഒരു ചോദ്യം പാടില്ല. പുള്ളിക്കാരത്തിക്ക് പോലും അറിയത്തില്ല എത്രാമത്തെ പൊങ്കാലയാണെന്ന്. കാര്യം പൊങ്കാല എവിടെ ഉണ്ടോ? എന്റെ ഓർമ്മ വെച്ച കാലം തൊട്ടേ പൊങ്കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിപ്പി ചേച്ചി. ഇതാണ് പൊങ്കാല സൂപ്പർ സ്റ്റാർ ചിപ്പി ചേച്ചി. ഇതിന്റെ ഇടയിൽ കൂടെ കുറെ ആളുകൾ വന്നിട്ട് പരാതിയും പറയുന്നുണ്ട്. ഞങ്ങള് വന്നിട്ട് ഞങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല ചിപ്പി ചേച്ചി എന്ന് പറഞ്ഞിട്ട്. അതുകൂടെ വെക്കാം. എത്ര മണിക്കൂറുണ്ട് നിന്നതാ, ഞങ്ങളെ മൈൻഡ് ചെയ്തൊക്കെ പോയോ? ഞങ്ങളുടെ പൊങ്കാലെടുപ്പിന്റെ അടുത്ത് പോലും ഞങ്ങൾ പോയില്ല.
പൊങ്കാല അടുപ്പിന്റെ അടുത്ത് പോലും പോവാതെ ചിപ്പിച്ചേച്ചിയെ കാണാൻ നിൽക്കുക. സ്നേഹം നോക്കണേ ഗൈസ്. ആറ്റുകാലം ഇപ്പൊ വിചാരിക്കായിരിക്കും ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നേ, ചിപ്പിയെ പിടിച്ച് ഇവിടെ ഇരുത്ത്, ഞാൻ അങ്ങ് പറഞ്ഞു പോയേക്കാം എന്നായിരിക്കും ആറ്റുകാലമ്മ വിചാരിക്കുന്നത്. അപ്പം ഭയങ്കര സ്നേഹമാണ് ചിപ്പി ചേച്ചി എടുത്ത്. ആൻഡ് ഇന്ന് വേറെ ഒരാളെ കണ്ടു ഗൈസ്, കുറെ നാളിന് ശേഷം. ഇവരെ ഞാൻ പണ്ട് കണ്ടതാണ്, പിന്നെ ഇപ്പഴാ കാണുന്നേ. ആരാന്ന് മനസ്സിലായോ? താഴെ സാധനം എഴുതി വെച്ചിട്ടുണ്ടല്ലോ, പിന്നെ മനസ്സിലാവാതിരിക്കത്തില്ലല്ലോ. എന്ന് പറഞ്ഞ സിനിമയിൽ 26 വർഷം മുമ്പ് ആനി എന്നുള്ള ക്യാരക്ടർ ചെയ്തത് ഞാനാണ്, ചാക്കോച്ചൻ്റെ കൂടെ. ഓക്കെ, ഞാൻ നമ്മുടെ പ്രിയം സിനിമയിലെ നായിക. അവരന്ന് പോയത് പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. ഇവരെ ഇടയ്ക്കൊന്നും വേറെ ഒരു മീഡിയയിൽ പോലും കണ്ടിട്ടില്ല. അവർ ഒറ്റ റോളം കണ്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ ചിപ്പി ചേച്ചി എടുത്ത് ചെറിയൊരു സംഘർഷം എന്തോ നടന്നിട്ടുണ്ട്. വേറെ അമ്മമാരെല്ലാം കൂടെ വന്നിട്ട് ചിപ്പി ചേച്ചി ഉള്ളിടത്താണല്ലോ ഈ പറയുന്ന ക്യാമറ എല്ലാം കൂടെ വരുന്നത്. അപ്പം ബാക്കിയുള്ള ആളുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ട് അവര് അമ്മച്ചിമാരെല്ലാം ഒന്ന് ഇടങ്ങേറാക്കിയായിരുന്നു അവിടെ. അതിന്റെയാണ് നിങ്ങൾ ഇപ്പൊ ഈ കണ്ടത്. വേറൊരു സാധനം കാണിച്ചു തരാവേ, നോക്കിക്കണം. ക്യാമറയുടെ സൂം നോക്കിക്കോണേ. ഒരു ഇപ്പൊ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു സൂം ഉണ്ട്. കണ്ടു സൂം. നീലക്കറിയാം എത്ര ആയാലും നന്നാവൂല നമ്മുടെ നീല. അതാ പറഞ്ഞേ, നല്ല രീതിയിൽ ചേച്ചി സഹകരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ പിന്നെ അമ്മരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇതിനു മുമ്പ് ഞാൻ മറ്റേ ആരതി, ബോഡി ബിൽഡർ ആരതിയുടെ ഒരു വീഡിയോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പിടിച്ചോ, താല്പര്യമുള്ളവരെ പിടിച്ചോ, അവർക്ക് ഒരു കുഴപ്പമില്ല. അങ്ങനെ താല്പര്യമുള്ള ആൾക്കാരുടെ കൂട്ടത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയ, ഈ പറയുന്ന ഓൺലൈൻ മീഡിയാസുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ചേച്ചിയാണ് നമ്മുടെ ലിച്ചി ചേച്ചി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ PR വർക്ക് മൊത്തം ചെയ്യുന്നത് ഈ ഓൺലൈൻ ചാനലുകളാണല്ലോ. ഇവർ ഉദ്ഘാടനത്തിന് പോകുന്ന സമയത്ത് മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ വന്നൊന്നും പിടിക്കത്തില്ല, ഇതുപോലുള്ള ഓൺലൈൻ മീഡിയാസ് ആണ് വന്ന് പിടിക്കുന്നത്. അപ്പം ഓൺലൈൻ മീഡിയാസ് ഉണ്ടെങ്കിൽ ലിച്ചി ചേച്ചി ഉള്ളൂ, ലിച്ചി ചേച്ചി ഉണ്ടെങ്കിൽ ഓൺലൈൻ മീഡിയാസ് ഉള്ളൂ. അവർ തമ്മിലുള്ള ഒരു മ്യൂച്വൽ ബന്ധമാണ്. പണ്ട് നമ്മൾ പശുവും കാക്കയും തമ്മിലുള്ള ഒരു ബന്ധമൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. പശുവിന്റെ പുറത്തുള്ള ചെള്ളിനെയൊക്കെ കാക്ക വന്ന് കൊത്തി തിന്നും, അപ്പൊ പശുവിന്റെ ചൊറിച്ചിലും കാക്കയുടെ വിശപ്പ് മാറും എന്ന് പറയുന്ന ആ ഒരു സെറ്റപ്പിലുള്ള ഒരു ബന്ധമാണ് ഓൺലൈൻ മീഡിയയും നമ്മുടെ ലിച്ചി ചേച്ചിയും തമ്മിലുള്ളത് ഗായ്സ്. അത് പൊങ്കാലയിലും വന്ന് അവരാധിച്ചിരിക്കുകയാണ്. വന്നിരുന്നിട്ട് എന്തൊക്കെയാണോ ദൈവം ഇവിടെ നടക്കുന്നത്, പൊങ്കാല എടുക്കാൻ തന്നെ ആണോ വന്നതെന്ന് പോലും ഒരു നിമിഷം ഞാൻ ആദ്യമായിട്ടായിരിക്കും വന്നത്. ഇനി ഇതിന്റെ റീച്ച് ഭയങ്കരമായിരുന്നേ, ഇതിന്റെ ആഘാതം സോഷ്യൽ മീഡിയയിൽ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 റീൽ എടുക്കുമ്പോഴും 8 എണ്ണോ ലിച്ചി ചേച്ചി. സീരിയസ്ലി ഒന്ന് സ്ക്രോൾ ചെയ്ത് മേപ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇത് തന്നെ ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കും, ലൈവ് എക്സാമ്പിൾ ആണ്, നോക്കിക്കോട്ടെ. ഇത് ആറ്റുകാലിന്റെ പണ്ടാര അടുപ്പിന്റെ ഇത് കാണിക്കുകയാണ്. ചിലപ്പോൾ മേപ്പോട്ട് പോകുമ്പോൾ മറ്റേ ചേച്ചി ആയിരിക്കും, നമ്മുടെ ചേച്ചി വന്നു. ലൈവ് എക്സാമ്പിൾ കണ്ട. ഇതാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. ലിച്ചി ചേച്ചിയിലോട്ട് ഒതുങ്ങി പോയിരിക്കുകയാണ് ഗൈസ്. ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയൊക്കെ വന്ന് കഷ്ടപ്പെട്ട് പൊങ്കാല ഇടുന്നവരെയൊക്കെ സമ്മതിക്കണം. ആ സമയത്താണ് ഇതുപോലെ കോപ്രായങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ വന്നിട്ട് ഇതുപോലെ കാണിക്കുന്നത്. കാണുമ്പോൾ പറയാതിരിക്കാൻ വയ്യ, സീരിയസ്ലി പറയാതിരിക്കാൻ വയ്യ. പിന്നെ പ്രിയപ്പെട്ട മീഡിയാസിന്റെ അടുത്ത് വല്ലപ്പോഴും അടുപ്പും ഇങ്ങനെ തിളച്ചു തോന്നുന്നതൊക്കെ ഒന്ന് കാണിക്കാൻ പറയണം. ഓക്കെ, കുനിഞ്ഞിരുന്ന അപ്പം ഏത് ആംഗിളിലാണ് എടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് തേങ്ങ എന്തിലും ആവട്ടെ. ആൻഡ് കുറച്ച് കാര്യങ്ങളിവിടെ പറയാനുണ്ട് ഗൈസ്. നോർത്ത് ഇന്ത്യൻ കുന്നുങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇത് കണ്ടോ വെള്ളം കലക്കുന്ന കണ്ടോ? ഇത് കേരളമാണ്. ഇവിടെ ഇങ്ങനെയാണ്. ഈ അമ്മമാർക്ക് ഈ വെയിൽ കൊണ്ട് പണ്ടാരടങ്ങി വലഞ്ഞ് ക്ഷീണിച്ച് വരുന്ന അമ്മമാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ വെള്ളം കലക്കുകയാണ്. ഇത് വേറെ നോർത്ത് ഇന്ത്യയിലൊന്നും പോയ സാധനം ഒന്നും കാണാൻ പറ്റൂല. മനസ്സിലായി? ഇതൊക്കെ കാണണമെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ വരണം. ഇതൊക്കെയാണ് മക്കളെ റിയൽ കേരള സ്റ്റോറി. ഇതാണ് റിയൽ കേരള സ്റ്റോറി. ഇത് എവിടെയും പോയാലും കാണാൻ പറ്റത്തില്ല. ഇത് ക്രിസ്ത്യൻ പള്ളിയാണ്. ഓക്കെ, ഇത് മസ്ജിദ്. ഇന്നത്തെ ദിവസം അത് തുറന്നിട്ടേക്കാണ്. അതിന്റെ ഗേറ്റ് തുറന്നിട്ടിരിക്കുകയാണ്. ഈ അമ്മമാർക്ക് അതിന്റെ അകത്ത് പോയി വിശ്രമിക്കാം. അവർക്ക് വേണ്ട വെള്ളവും മറ്റു സാധനങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. കണ്ടില്ലയോ? ഇന്ന് മതം എന്ന് പറയുന്ന സാധനമില്ല. ഈ ഹിന്ദുക്കളായിട്ടുള്ള പൊങ്കാലയിടാൻ വരുന്ന അമ്മമാരെ മൊത്തം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ നോക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആൾക്കാരും ഉണ്ട് അവിടെ മതമൊന്നും നോക്കത്തൊന്നുമില്ല. ഈ പൊങ്കാലിടുന്ന ആൾക്കാരോട് മൊത്തം ഹിന്ദുക്കളൊന്നും അല്ല, പല ജാതിയിലുള്ള ആൾക്കാർ വന്ന് പൊങ്കാലിടുന്നുണ്ട്. അപ്പം ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഈ നോർത്ത് ഇന്ത്യൻ അവരാധി മക്കൾ കാണിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. പിന്നെ വേറെ ഒരു വീഡിയോയും കൂടെ കാണിച്ചു തരാം. ഓൺലൈൻ മീഡിയാസിനെ കണ്ടപ്പോഴേ നിവേദിതയുടെ അമ്മ വന്നിട്ട് മോളെ ഒരു തോർത്തം കിട്ടും, ലവ്മാര് വരുന്നുണ്ട്. മറ്റേ അടുപ്പിനകത്തോട്ട് അരി ഇടാൻ പോവാണ്. തോർത്തെടുത്ത് അമ്മ കണ്ട
കണ്ടപ്പോഴേ തോർത്തെടുത്ത് അങ്ങ് വിരിച്ച് അവന്മാര് വരുന്നുണ്ട്, തോർത്തിട്ടോ എന്നും പറഞ്ഞിട്ട്. നീലയാണോ? ആ നീലയെ കണ്ടപ്പോഴേ തോർത്ത് വിരിച്ച്. അതാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മയ്ക്ക് അറിയാം എങ്ങോട്ടാ ഫോക്കസ് ചെയ്യുന്നത്. എന്റെ പൊന്നടാ പിന്നെ ഇന്ന് ഏതോ ഒരു നാറി അവിടെ പൊങ്കാല കലമൊക്കെ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് പോയെന്നും പറഞ്ഞൊരു വാർത്ത കേട്ടു. ഒരു പോക്ക് പോയി പൊങ്കാലായിട്ട് വാങ്ങി വെച്ച കാലമാണ്. ഇതിനെല്ലാം അടിച്ച് തകർത്തിട്ടാണ് വിളിച്ചിട്ട് ചേട്ടൻ വിളിച്ചിട്ട് തിരിഞ്ഞു നിൽക്കാതാണ് അവർ പയ്യത്. 10-2 ഞാൻ എത്ര ദിവസം വൃതമെടുത്ത് കലം മാറ്റി തന്നെ ഒരു പൊങ്കാല കലം. അമ്മയ്ക്ക് പൊങ്കാലിട്ടാണ് ഞങ്ങൾ വന്നത്. പൊങ്കാലിടാൻ അവർ പോലീസുകാരും കമ്മിറ്റിക്കാരും ഇവിടുത്തെ കമ്മിറ്റിക്കാരും മാറ്റുന്ന പൈസത്തെ പൊങ്കാലിട്ടോണ്ടിരിക്കുകയാണ്. രണ്ടാമതിട്ടാണ് ഞങ്ങള്. ഏത് നാറിയാണ് ഈ മാതിരി പറയുന്നില്ല. പൊങ്കാലയായിപ്പോയി. ഇവനേക്ക് ഈ വണ്ടിയുമായിട്ട് അതിന്റെ ഇടയ്ക്കോട്ട് ആരാണ് അലോ ചെയ്യുന്നത്? ഈ ആംബുലൻസ് അല്ലാതെ ഒരു വണ്ടി പോലും വഴി കൂടെ ഓടൂല. ഇവൻ ഏതവനെയാണ് അതിനകത്ത് അലോ ചെയ്തത്? ഈ പോലീസുകാരൊക്കെ ഇടപ്പ് കിടക്കുമായിരുന്നു. ഞാൻ ഇവിടെ ഇരിക്കും. ഒരാ കൊച്ചിനെ പൊള്ളി എടുത്തോണ്ട് പോയിരിക്കുന്നു. അവള് കൈയൊക്കെ പൊള്ളിപ്പോയി കൊണ്ടുപോയിരിക്കുന്നു. അവർക്ക് അത്രയ്ക്ക് അറിഞ്ഞു നമുക്ക് പിടിച്ചാലേ പറ്റുള്ളൂ. നമ്മളെ പിടിക്കണം. എന്തിനാണ് നമ്മൾ അങ്ങനെ പൊങ്കാലിക്ക് വന്നതാണ്? അവരെ പിടിച്ചേ പറ്റൂ ഞങ്ങൾക്ക്. എല്ലാവരും കൂടെ ഇവിടെ ഇരിക്കായിരുന്നു. ഒരു വണ്ടി വാങ്ങി വന്ന് എല്ലാം ഇടിച്ച് തെറിപ്പിച്ചിട്ട് പോയി. 2 പേര് അവിടെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരാളെ കയ്യിൽ ഇങ്ങനെ പൊങ്കാല മറിഞ്ഞ് വീഴുന്നു, കയ്യത്രയും പൊള്ളി. അതിപ്പോൾ എല്ലാ ഹോസ്പിറ്റലിലാണ്. നമ്മളിങ്ങനെ അവർ 2 പേരും അവിടെ ഇരുന്ന് നമ്മളിവിടെയാണ് ഇരുന്നത്. നമ്മളെ പൊങ്കാലയൊക്കെ അവിടെ ഇരുന്ന്. അപ്പം ഇങ്ങനെ വന്നാൽ പൊങ്കാല എടുത്ത് തെറിപ്പിച്ച് ഇവരെ ഇടിക്കാൻ പോയപ്പോഴും അടുപ്പിരുന്ന പൊങ്കാല അവർ ദേഹത്തിൽ തൂവിയതാണ്. അവർ രണ്ടാമത് പൊങ്കാല ഇടുന്നത്. ഇപ്പം പോലീസ് രണ്ടാമത് നമുക്ക് കലോ കിടക്കുന്ന കടത്തുണ്ട് മൊത്തം ഇടിച്ച് തെറിപ്പിച്ചിട്ട് പോയി. അതിനൊക്കെ തൂക്കിയോട്ട് അവന്റെ തല വഴി ഒഴിക്കണം. ആ തിളച്ച പായസം നാറികള് വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മൾ രണ്ടാമത് ഇപ്പം പൊങ്കാല ഇടുന്നതാണ്. എത്രയോ വർഷം കൊണ്ട് നമ്മൾ ഇതുവരെ ഇങ്ങനെ നമുക്ക് അപകടം പറ്റിയിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ്. പോലീസ് എന്താ പറയുന്നത്? പോലീസിൽ പരാതി അവർ പറഞ്ഞ അവർ പിടിക്കാൻ തുറന്നു. പിന്നെ അവർ സാധനങ്ങളും കലോ എല്ലാ സാധനവും CCTV ദൃശ്യം അവർ പറഞ്ഞില്ല നോക്കാന്ന് പറഞ്ഞു. എന്ത് തോന്നിവാസമാണ് കാണിക്കുന്നവന്മാരൊക്കെ. അവനെയൊക്കെ തൂക്കണം, അവനെയൊക്കെ തൂക്കിയിട്ട് കൊടുക്കണം. പിന്നെ BJP-ക്കാർ കേന്ദ്രമന്ത്രിയൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട്. അത് കണ്ടിട്ട് കോൺഗ്രസ്സുകാരും മന്ത്രിമാരെയൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് മന്ത്രിമാരെ ഇറക്കാതിരുന്നത് നമ്മുടെ CPM-ന്റെ ആൾക്കാർ മാത്രമാണ്. അവർ പിന്നെ ഈ ഭക്തിയോട് എതിർപ്പുള്ള ആൾക്കാരാണല്ലോ. കീഴേ കൂടെ മാത്രമേ ഭക്തിയുള്ളൂ, നേരെ ഭക്തിയൊന്നും ഇല്ല. പക്ഷെ അടിയിൽ കൂടെ ഉള്ള ഭക്തികൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ദൈവത്തിന് എതിരാണ് എന്ന് പറയുന്ന ടീമാണ്. അതുകൊണ്ട് അവർക്ക് വെളിച്ചത്തിരുന്ന് പൊങ്കാല ഇടാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും സാരി ഉടുത്ത് കൊണ്ടുവന്ന് ഇരുത്തിയേനെ പൊങ്കാല ഇടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ പൊങ്കാല വിശേഷങ്ങൾ. കൂടുതൽ എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് വരും ഗൈസ്. അപ്പം ബൈ. പൊങ്കാല